രേഖകളില്ലാത്ത പണവുമായി തമിഴ്നാട് സ്വദേശി പിടിയിൽ. വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 62 ലക്ഷം രൂപയുമായി കോയമ്പത്തൂർ സെൽവപുരം സ്വദേശി നാഗരാജിനെയാണ് പോലീസ് പിടികൂടിയത്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നത്. നടക്കാനിരിക്കുന്ന ഇലക്ഷന്റെ മുന്നോടിയായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വളരെയധികം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാർച്ചിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധനയും വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് രാവിലെ 7:10 മണിക്ക് ഗുഡല്ലൂർ പെരിന്തൽമണ്ണ റോഡിലോടുന്ന KSRTC ബസ്സിൽ നിന്നും ഞങ്ങൾ വാഹനം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെ കണ്ട് ഭയപ്പെടുകയും ടെൻഷനാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സിറ്റി സമിതി ഞങ്ങൾ ടിയാന്റെ ബാഗ് തുറന്ന് പരിശോധിച്ചതിൽ അതിൽ 500 ഡെനോമിനേഷൻ വരുന്ന 50,000ന്റെ 125ഓളം കെട്ടുകളും 200 രൂപയുടെ 89ഓളം നോട്ടുകളും ആകെ 62,67,800 രൂപയും കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇയാളെ കണ്ടെടുത്തൊരു കോയമ്പത്തൂർ സ്വദേശിയായ നാഗരാജ് 39 വയസ്സ് നാഗെടുക്കുന്നതാണ്. ഇയാൾക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള സോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇയാൾക്കില്ല വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് അതോറിറ്റിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു.